ഉദ്ഘാടനം കഴിഞ്ഞ് 10 വർഷം പിന്നിട്ടിട്ടും മതിയായ സൗകര്യങ്ങളില്ലാതെ പാലക്കാട് മെഡിക്കൽ കോളേജ്. ചെറിയ അപകടങ്ങൾക്കും രോഗങ്ങൾക്കും പോലും തൃശൂരിനെയോ കോയമ്പത്തൂരിനെയോ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് ജില്ലയിലെ ജനങ്ങൾ. ആധുനിക ഉപകരണങ്ങൾ ഉൾപ്പെടെ ഇല്ലാത്തതാണ് രോഗനിർണയത്തിനും ചികിത്സയ്ക്കും വെല്ലുവിളിയാകുന്നത്. പട്ടികജാതി വകുപ്പിന് കീഴിലെ സംസ്ഥാനത്തെ ആദ്യ മെഡിക്കൽ കോളേജ്. ഏറെ കൊട്ടിഘോഷിച്ചാണ് പാലക്കാട് മെഡിക്കൽ കോളേജ് പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് 10 വർഷത്തിന് ശേഷവും യാതൊരു സൗകര്യങ്ങളും മെഡിക്കൽ കോളേജിൽ ഇല്ല. അത്യാഹിത വിഭാഗം അടുത്തിടെ ആരംഭിച്ചെങ്കിലും പൂർണ്ണതോതിൽ പ്രവർത്തനമായിട്ടില്ല. മേജർ ശസ്ത്രക്രിയകൾ ഒന്നും തന്നെ മെഡിക്കൽ കോളേജിൽ ചെയ്യുന്നില്ല. ENT വിഭാഗത്തിൽ മാത്രമാണ് ഇതുവരെ മേജർ ശസ്ത്രക്രിയ ചെയ്തിട്ടുള്ളത്. ഓപ്പറേഷൻ കോംപ്ലക്സിന്റെ നിർമ്മാണ പ്രവർത്തനമാണെങ്കിൽ ഇതുവരെ പൂർത്തിയാവാത്ത സ്ഥിതിയാണ്. ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ കുറവും വലിയ രീതിയിൽ ഉണ്ട്. നിയമനങ്ങൾ കരാറടിസ്ഥാനത്തിലായതിനാൽ തന്നെ പലരും മെഡിക്കൽ കോളേജിലേക്ക് എത്താൻ മടിക്കുന്ന സ്ഥിതിയാണ്. CT സ്കാൻ ഉൾപ്പെടെയുള്ള ആധുനിക ഉപകരണങ്ങൾ ഇല്ലാത്തതും വെല്ലുവിളിയാണ്. ഒരു മാസം 200-ലേറെ അപകടങ്ങളാണ് പാലക്കാട് ജില്ലയിൽ ഉണ്ടാവുന്നത്. ഇതിൽ മെഡിക്കൽ കോളേജിലേക്കാണെങ്കിലും ജില്ലാ ആശുപത്രിയിലേക്കാണെങ്കിലും എത്തുന്ന ആളുകളെ മുഴുവൻ തൃശ്ശൂരിലേക്കും കോഴിക്കോട്ടേക്കും ഉൾപ്പെടെ റഫർ ചെയ്യുകയാണ്. 10 വർഷം കഴിഞ്ഞെങ്കിലും ഇന്നും ഒരു പാലക്കാട്ടുകാരനും ജീവൻ നിലനിർത്തണമെങ്കിൽ തൃശ്ശൂരോ കോയമ്പത്തൂരോ ഉള്ള ആശുപത്രികളെ ആശ്രയിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് മാത്രം പ്രതിമാസം 240-ലധികം കേസുകളാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുന്നത്. ഇവിടെ ഒരു അപകടമോ അതുപോലെ തന്നെ അസുഖങ്ങളോ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവൻ നിലനിർത്താൻ ഇന്ന് ആശ്രയമാവുന്നത് നമുക്ക് സമീപ ജില്ലകളിലെ മെഡിക്കൽ കോളേജുകളാണ്. ട്രോമ കെയറും മോർച്ചറിയും ഉൾപ്പെടെ ഇല്ലാത്ത മെഡിക്കൽ കോളേജിലേക്ക് 10 വർഷമായിട്ടും നല്ലൊരു ഗതാഗത സംവിധാനം ഒരുക്കാൻ പോലും സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. കെട്ടിടങ്ങളുടെ നിർമ്മാണവും ഇതുവരെ പൂർത്തിയാവാത്ത സ്ഥിതിയാണ്. കിടത്തി ചികിത്സ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ബെഡുകളുടെ എണ്ണവും കുറവാണ്. വിവിധ വിഭാഗങ്ങളിലായി OP മാത്രമാണ് മെഡിക്കൽ കോളേജിൽ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നത്. ഒരു പതിറ്റാണ്ടിലേറെ കാലം പിന്നിട്ടിട്ടും പാലക്കാട് മെഡിക്കൽ കോളേജ് പരിമിതികളിൽ പൊറുതിമുട്ടുകയാണ്. സർക്കാരിനാണെങ്കിൽ ഈ മെഡിക്കൽ കോളേജിനോട് ഒരു താല്പര്യവും ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ വിരൽ ചൂണ്ടുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്. സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പിന്റെ പരാജയങ്ങൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ മറ്റൊരു പിടിപ്പുകേട് കൂടി തുറന്നു കാണിക്കുകയാണ് ജനം TV. സംസ്ഥാനത്തെ ക്യാൻസർ സെന്ററുകളുടെ പ്രവർത്തനങ്ങൾക്കായി പദ്ധതി വിഹിതത്തിൽ കോടികൾ വെട്ടിക്കുറച്ചിട്ടും മൗനം പാലിച്ച് ആരോഗ്യമന്ത്രി. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അർബുദ രോഗികളുള്ള സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളം എന്നിരിക്കെയാണ് ബജറ്റിൽ പ്രഖ്യാപിച്ച തുകയുടെ കേവല പകുതി മാത്രം ഇപ്പോൾ അനുവദിച്ചത്.